ഹലോ ഡിയേഴ്സ്, ആര്യം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ തമ്പനയിൽ കാണുന്ന മെറ്റീരിയൽ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ മെറ്റീരിയൽ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് വർക്ക് മെറ്റീരിയലാണ് ആ നെറ്റിൻ്റെ കാണിച്ചിരിക്കുന്നത്. അതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് ഗൗൺ സാറ്റിനും അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലെയിൻ നെറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഡിസൈനൊക്കെ എങ്ങനെ വരുന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നെറ്റ് എങ്ങനെയുണ്ട്? വർക്ക് മെറ്റീരിയൽ നല്ലതല്ലേ, നല്ല സൂപ്പറായിട്ടല്ലേ? അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വെച്ചിട്ട് നമ്മൾ വർക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറിയൊരു ഫ്രോക്ക് പോലെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് നെറ്റ് നമ്മൾ യോക്ക് പോർഷനിൽ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് എ ലൈനായിട്ട് താഴെ ഫ്രില്ല് കൊടുത്തിട്ടുള്ളൊരു മോഡൽ ഫ്രോക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ ഫുൾ ലെങ്ത്തിൽ നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് നമുക്ക് ആവശ്യമായ ലെങ്ത്തിലേക്ക് വെച്ച് മുറിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യോക്ക് രണ്ട് വിധത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്, സ്ട്രെയിറ്റും അതുപോലെ തന്നെ ചെറിയൊരു യു ഷേപ്പ് കൊടുത്തിട്ട്. അങ്ങനെ രണ്ട് മോഡൽ നമ്മളിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ നെക്ക് ഒരു വി നെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഒരു ലോങ് വീഡിയോ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോട് കൂടി കാത്തിരിക്കും. നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ ലോങ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ ഇത്രയും കണ്ടതിൽ യോക്ക് പോർഷൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ലോങ് വീഡിയോ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ.